ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്ങനെയാണ് വിനയം അനുഗ്രഹമായിത്തീരുന്നത്? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ അതിന് 9-ാം വാക്യത്തിൽ യഹോവയുടെ ദൂതൻ അവളോട്, നിൻ്റെ യജമാനത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. ഇസ്മായേലിനെ പ്രസവിച്ച ഹാഗാർ തൻ്റെ ജീവിതത്തിൽ വേദനയുടെ അനുഭവത്തിൽ അവൾ നിലവിളിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാർ അവിടെ ഇറങ്ങി വന്ന് അനുഗ്രഹം കൊടുക്കുകയാണ്. അനുഗ്രഹം നൽകുന്നത് പോയി കീഴടങ്ങിയിരിക്കാനാണ് പറയുന്നത്. സാറാ നിൻ്റെ യജമാനത്തിയാണ്, നീ അവിടെ കീഴടങ്ങിയിരിക്കാനുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ പലപ്പോഴും വേണമെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് മറ്റു കാര്യങ്ങളിലേക്ക് തിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഏതവസ്ഥയിലും വിനയപ്പെടുവാൻ, കീഴ്പ്പെടുവാൻ സാധിക്കുന്നെങ്കിൽ, നമ്മളുടെ അതോറിറ്റീസിനെ ബഹുമാനിക്കുവാൻ സാധിക്കുന്നെങ്കിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ സാധിക്കുന്നെങ്കിൽ, അതാണ് ദൈവം നൽകുന്ന വലിയ വിജയം. അവരെ ബഹുമാനിച്ച് ആദരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വഴി നടത്തുന്നത്. നമ്മൾ പലപ്പോഴും ക്ലെയിം ചെയ്ത് നമ്മുടെ അവകാശം ചോദിച്ച്, നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളങ്ങനെയാണ്, എനിക്കിത് കിട്ടേണ്ടത് അവകാശമാണ്. അങ്ങനെയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശേഷിച്ച് കേരളത്തിൽ ഇതെല്ലാം അവകാശമായിട്ട് ചോദിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവകാശത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവമല്ല, നിൻ്റെ അവകാശത്തിനപ്പുറമായി നിന്നെ അനുഗ്രഹിക്കുന്ന, നിനക്ക് അർഹതയില്ലാത്ത അനുഗ്രഹത്താൽ നിന്നെ നിറയ്ക്കുന്ന ഒരു ദൈവികമായ പദ്ധതിയുണ്ട് നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടി ഒരു ദൈവിക പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, നീ ഒരു അനുഗ്രഹമായി തീരുവാൻ നിനക്ക് കീഴ്പ്പെടലുണ്ടാകണം, വിനയമുണ്ടാകണം. മറ്റുള്ളവരുടെ മുൻപിൽ ബഹുമാനവും വിനയവും കൊടുക്കുവാൻ, അതാരുമായിക്കൊള്ളട്ടെ, അവിടെയാണ് നിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ വിനയത്തിൻ്റെ മനോഭാവത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി നിൻ്റെ മക്കളിൽ വ്യാപരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ കരുണ, കൃപ കൂടെ ഇരുന്ന് വഴി നടത്തി ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ഒക്കെ അലഞ്ഞിരിഞ്ഞ് തകർന്ന് നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അത്ഭുത ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും അവകാശങ്ങളെക്കാൾ വിനയപ്പെടുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സുകൾ, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരുണ, അത്ഭുത കൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മുഹൂർത്തം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.